ഹോട്ടൽ പലഹാരം കഴിക്കാത്തതുകൊണ്ട് ഇപ്പൊ പഴയ ഊർജ്ജമൊന്നും കിട്ടുന്നില്ല. പഴയ പോലെ അധ്വാനിക്കാൻ വയ്യാന്നേ, വയസ്സായി. എനിക്കോ അതോ വീട്ടിനോ? രണ്ടിനും ഇരിക്കും. ജപ്പാൻ കുടി വെള്ളപ്പത്തിൽ ഒരു വാക്ക് വലിച്ചു. ഇപ്പത്തെ പഴയതിനേക്കാളും കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. രാവിലെ നനയ്ക്കണല്ലോ. ആനേനേക്കാളും ഇരട്ടി വലിപ്പമുള്ള ഈ വീട് ഞാൻ നനയ്ക്കണമെന്ന്. അധ്വാനിക്കണം ഘോരം. പിന്നെ മോളൊക്കെ അവന്മാർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ തേപ്പിന് 2 ആഴ്ച എടുക്കുന്നു. അതുവരെ നനച്ചുകൊണ്ട് കിടക്കണം. അപ്പൊ ഞാൻ ഇത് മര്യാദയ്ക്ക് കുളിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ വീടിനെ കുളിപ്പിക്കേണ്ട അവസ്ഥ. അതും ഒച്ചുപോലെ പിശുക്കി മാത്രം വെള്ളം വരുന്ന ഈ ഓസ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ കോല് പോലെ അതൊന്നും ഊറ്റിയെടുക്കാനായിട്ട് ഓരോ പണിയും വരും. ഈ പണിയൊക്കെ നോക്കണ്ടേ? പണിക്കാർ വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാം നനച്ചിറങ്ങി. പിന്നെ രാവിലെ അവർക്ക് വീട്ടിലെ ഫുഡും കാര്യങ്ങളും അടുക്കള ഒരു യുദ്ധക്കളം തന്നെ ആയിരുന്നു. ആവശ്യത്തിന് ഞാനൊക്കെ വൃത്തിയാക്കി. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കുറവാണ്. പട്ടിക്ക് ഫുഡ് കൊടുത്തു നോക്കിയപ്പോഴത്തേക്കും ആളെ കാണാനല്ലോ. പിന്നെ ഞാൻ 2-3 മീനൊക്കെ പൊരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് പലഹാരം അടുത്തവിടുത്തെ ചേച്ചി കൊണ്ടുവന്നതാണ്. പക്ഷെ മൊത്തം ബേക്കറി ഐറ്റത്ത് ഞാൻ കഴിക്കാറേ ഇല്ല കേട്ടോ. കുറച്ച് കഴിക്കും. പിന്നെ വീടിന്റെ ഉള്ളിൽ കാണിക്കണ്ടേ? വീട് പഴയ വീടാണെങ്കിലും നമ്മൾ പഴയ നമ്മളല്ലല്ലോ. അതുകൊണ്ട് ഇതാണ് ലേറ്റസ്റ്റ് വർക്ക്. അനിയന്റെ റൂമാണ്. കുറച്ച് ഓവറാണ്. അല്ലെങ്കിൽ കുറച്ച് ഓവറായാലും ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അറഞ്ചം പുറഞ്ചം പണി. ഇത്രയും വയറിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ആവോ? കുഴപ്പമില്ല. അമ്മയുടെ കൈ കിട്ടി ബാക്കി എടുത്ത് തൂക്കി വെക്കന്നെ. പിന്നെ ബാക്കി നാളെ പറയാൻ